ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, കഥയെന്ന രൂപത്തിൽ പഠിക്കുവാൻ ഇഷ്ടമാണ് എന്ന് അമ്മച്ചിക്കറിയാം. നാം ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെക്കുറിച്ചും അവൻ നമ്മൾക്ക് പകരമായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചും നാം പഠിച്ചു. കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:3-4 വാക്യം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഒന്നും കൂടെ വാക്യം പഠിക്കാം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഈസിയാണത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പരിശുദ്ധാത്മാവാം ദൈവം എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നു, ആദ്യം വന്നപ്പോഴുള്ള സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷമായി, സ്ത്രീകൾക്ക് പ്രത്യക്ഷമായി. 40 ദിവസത്തോളം പലപ്പോഴും പല സാഹചര്യത്തിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ വചനത്തിൽ ഉറപ്പിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അവർ യെരുശലേമിൽ വാഗ്ദത്തത്തിനായി ഒരു മാളിക മുറിയിൽ കാത്തിരുന്നു. 11 ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മ മറിയയും മഗ്ദലക്കാരത്തി മറിയയും മറ്റു സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല 120 പേരോളം വേറെ 120 പേരും അവിടെ ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, യൂദാസ് അപ്പോസ്തലനായിട്ട് 12 അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തവരിൽ യൂദാസ് പോയി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് നമ്മൾക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം. അങ്ങനെ അവിടെ വെച്ച് അവർ യൂദാസിന് പകരം മർത്തിയാസിനെ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കൂടെ കഴിഞ്ഞു. 50-ാം ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവരതിശയിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ അവർ സംസാരിച്ചു തുടങ്ങി. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം അവരുടെ അടുക്കൽ വന്നുകൂടി. അവിടെ അന്ന് ഒത്തിരി ജാതികൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. കാരണം പെന്തക്കോസ്ത് നാളല്ലായിരുന്നോ. അതുകൊണ്ട് അന്ന് പർത്യരും മേദ്യരും എലാമരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും ഫുഗ്യയിലും പഫ്യയിലും മിസ്രൈമിലും ലഭ്യ പ്രദേശങ്ങളിലും മാത്രമല്ല റോമയിൽ വന്നു പാർക്കുന്ന അനേക ഭാഷകളിലുള്ള ജനം ഉണ്ടായിരുന്നു. ഈ മുഴക്കം കേട്ടപ്പോൾ അവരെല്ലാവരും അവിടെ വന്നുകൂടി. അപ്പോൾ അവർ കണ്ടു, അവരുടെ ഭാഷയിൽ എന്ന് വെച്ചാൽ റോമയിൽ നിന്നുള്ളവർക്ക് റോമയിലുള്ള ഭാഷയിൽ, മെസൊപ്പൊത്യക്കാർക്ക് മെസൊപ്പൊത്താമ്യയിലുള്ള ഭാഷയിൽ, കപ്പദോക്യക്കാർക്ക് കപ്പദോക്യയിലെ ഭാഷയിൽ, അതുപോലെ യഹൂദയിലുള്ളവർക്ക് യഹൂദ ഭാഷയിൽ, ഇങ്ങനെ അവരവരുടെ ഭാഷയിൽ ഈ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അന്യഭാഷ സംസാരിച്ചപ്പോൾ ഈ ഭാഷകളിലുള്ളവർക്കെല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണമുള്ള അന്യഭാഷയാണ് അവർ സംസാരിച്ചത്. അല്ലാതെ ചുമ്മാതെ ഒരു ഭാഷ സംസാരിക്കുകയല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഭാഷ സംസാരിക്കുകയല്ലായിരുന്നു ചെയ്തത്. ഇത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് അവരവരുടെ ഭാഷയിൽ, ഇപ്പോൾ ഞാൻ കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാഷയായ മലയാളം ഭാഷയിൽ അവിടെ സംസാരിച്ചു, ഇംഗ്ലീഷുകാരുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ, അങ്ങനെ ഓരോരുത്തരുടെ ഭാഷയിൽ സംസാരിക്കുന്ന മനസ്സിലാകുവാൻ തക്കവണ്ണം അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ ഭാഷയിൽ മനസ്സിലാകത്തക്കവണ്ണമായിരുന്നു അവർ സംസാരിച്ചത്. അതാണ് അന്യഭാഷ സംസാരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് സംശയമായി. അയ്യോ, നമ്മൾക്ക് ഇവർ ഗലീലക്കാരാണല്ലോ, വെറും മുക്കുവന്മാരാണല്ലോ, ഇവർക്കെങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ പറഞ്ഞപ്പോൾ അവരിൽ ചിലർ അവരെ പരിഹസിച്ച് പറഞ്ഞു, അവരെ കളിയാക്കി. അവർ പറഞ്ഞു. എന്നാൽ ചിലർ
ചിലർക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് മനസ്സിലാക്കി അവർ അത്ഭുതപ്പെട്ടു. അങ്ങനെ കർത്താവ് ശിഷ്യന്മാരോട് പലവട്ടം പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം എന്നേക്കും വസിക്കേണ്ടതിനായിട്ട് യഹൂദയിൽ വന്നു എന്നുള്ളത്, യെരുശലേമിൽ അവർ കൂടിയിരുന്ന സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് മനപ്പാഠവാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 50-ാം ദിവസം പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിലേക്ക് വന്നു. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോടുകൂടെ വസിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് പരിശുദ്ധാത്മാവാം ദൈവത്തിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് ആദ്യമായി വന്നപ്പോൾ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടിയാണ് വന്നത്. അതുകൊണ്ട് ജനം അത്ഭുതപ്പെടുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ഇടയായിട്ട് തീർന്നു. നാലാമതായിട്ട് ശിഷ്യന്മാർ അന്യഭാഷ സംസാരിച്ചു. അവർ സംസാരിച്ചത് അവിടെ കൂടിയിരുന്ന അനേക ഭാഷക്കാർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് ശക്തി ലഭിച്ചു. അവർ സുവിശേഷം ലോകമെങ്ങും അറിയിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കെന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോടുകൂടെ വസിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നേക്കും ഈ ഭൂമിയിലേക്ക് വന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞങ്ങളിലേക്ക് വന്നു. ഇനി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ഹൃദയം തുറങ്ങുമ്പോൾ ഞങ്ങളുടെ പരിശുദ്ധാത്മാവും ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് എന്നേക്കും ഞങ്ങളോടുകൂടെ വസിക്കുന്നവനായിട്ടുണ്ട്. അതോർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ കർത്താവിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പരീക്ഷയിൽ നിന്ന് പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇത് കുഞ്ഞുങ്ങൾ മറ്റുള്ളവർക്കും അത് കിട്ടുവാൻ വേണ്ടി ഷെയർ ചെയ്യണം. അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിലായി കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൈ അമർത്തണം. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.